എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഏത്തപ്പഴം കൊണ്ട് നല്ലൊരു കുറുക്ക് കാളൻ അല്ലെങ്കിൽ പുളിശ്ശേരി നമുക്ക് ഉണ്ടാക്കാം. നല്ല സുന്ദരമായ കറിയാണ്. അതിനു വേണ്ടി ഞാനിവിടെ ചെറിയ 4 പഴമാണ് എടുത്തിരിക്കുന്നത്. അത് പൊളിച്ചരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള ഒരു 3 പച്ചമുളക്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഈ പഴം ഒന്ന് മൂടി നിൽക്കത്തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് വെള്ളം മതി ഇത് വേവാൻ, ഈ പഴം വേവാൻ വേണ്ടി മാത്രം. സ്റ്റൗ കത്തിച്ച് അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് വേവട്ടെ. ആ സമയം കൊണ്ട്, ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. ഒരു അരമുറി തേങ്ങായ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂൺ ജീരകം. ഇത്രയാണിത്. നന്നായിട്ടും അരച്ചെടുക്കാം. നമ്മുടെ പഴം ഇപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്, കണ്ടോ? വെള്ളമെല്ലാം വറ്റി പാകത്തിന് വെന്തിരിക്കുന്നു. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കഴിഞ്ഞ് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നല്ല കട്ട തൈര് ഉടച്ചത്, മോരല്ല തൈര് ഉടച്ച് വെച്ചത് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 കപ്പ് തൈരാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ചിളക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിളച്ച് മറിയാൻ പാടില്ല. അപ്പോൾ അത് വെള്ളം വിട്ടു പോവും. അതുകൊണ്ട് തൈര് ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇളക്കി ഒരു പതഞ്ഞ് പൊങ്ങുന്ന സമയത്ത് വാങ്ങണം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിൽ വെച്ച് ഇളക്കിയാൽ മതി. ഇതിപ്പം പയ്യെ പതഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ? ഇത്രയും മതി. ഇനി ഇതിന് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ ഇപ്പോഴാണ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കി ചേർക്കേണ്ടത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതാ പതഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാങ്ങി വയ്ക്കാം. ഈ സമയത്ത് ഇനി കടുക് പൊട്ടിച്ചൊഴിക്കാം. കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1/2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ആദ്യം ഒരു 3/4 സ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുന്നു. ഉലുവ പൊട്ടിയതിന് ശേഷം 1 സ്പൂണ് കടുക് ഇടുന്നു. ഒരു 3 വറ്റൽമുളക് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് ഒന്ന് മൂത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം സ്റ്റൗ ഓഫാക്കാം. ഇത് നമ്മുടെ കറിക്കകത്തേക്ക് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴം പുളിശ്ശേരി ഇവിടെ പാകത്തിന് വെള്ളത്തോടു കൂടി ആയിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല കുറുകിയ കറിയാണ്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ പഴത്തിൻ്റെ മോരിൻ്റെയൊക്കെ കൂടെയുള്ള നല്ലൊരു കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഇത് നല്ല കുറുകിയ കാളനായി നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് പാകത്തിനുള്ള വെള്ളത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഇലയിൽ ഒഴിച്ചാൽ അവിടെ ഇരിക്കത്തക്ക വിധം, കണ്ടോ? 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല കുറുക്ക് കാളം പോലെ ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സുന്ദരമായ ഒരു പഴം പുളിശ്ശേരിയാണ് ഇവിടെ റെഡിയായത്, കണ്ടോ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വിഷുവിനുള്ള ഒരു സ്പെഷ്യൽ കറി. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.